ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമുക്കും അതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുറച്ച് വലുപ്പത്തിൽ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ മസാല തേച്ച ചിക്കന് നമ്മളിനി വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ചിക്കനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ചിക്കന് മൂടി വരാൻ തക്കത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ്റെ ഗ്രേവിയാണ്. ഈ മാഞ്ഞാലി ബിരിയാണി എന്ന് പറയുന്നത് റൈസ് വേറെയും ചിക്കൻ്റെ ഗ്രേവി വേറെയും ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രേവിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ അതിൽ കൂടുതൽ നമ്മളിത് വേവിക്കണ്ട. നമുക്ക് ഇതിലെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. കൂടുതൽ വെന്താൽ ഈ ചിക്കനിൽ നിന്ന് ഇറച്ചിയൊക്കെ പോന്നിട്ട് അത് ഉടഞ്ഞു പോവും. ഒരു 10 മിനിറ്റ് മാക്സിമം വേവിച്ചെടുക്കുക. അതിന് ശേഷം ചിക്കനെല്ലാം ഞാൻ അതിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേവിച്ച ഗ്രേവി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചിക്കനൊക്കെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനെല്ലാം മാറ്റിയിട്ട് ആ വെള്ളം മാത്രം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ചിക്കൻ മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മസാലയ്ക്കൊക്കെ നല്ലൊരു വാസനയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ഒരു 1/2 പിടി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3 സവാള ചെറുതാക്കി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ചിക്കന് സാധാരണ ചപ്പാത്തിക്കൊക്കെ ഗ്രേവി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതലൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മളിതിലേക്ക് ഒരുപാട് മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും ചേർക്കണ്ട. ഇനി ഇതിലേക്കൊരു വലിയ 2 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തക്കാളി അലിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെള്ളം മാറ്റി വെച്ചിട്ടില്ല, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഗ്രേവി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് വേവിക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/2 മുറി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു 1.5 ടീസ്പൂണ്
ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 1/2 കപ്പ് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാഞ്ഞാലി ബിരിയാണിക്ക് നമ്മൾ മല്ലിയില മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പുതിനേൻ്റെ ഇലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒരു നല്ല ഫ്ലേവർ ഉണ്ട്. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ നമ്മൾ ഈ മസാല തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ജീരകശാല അരിയാണ്. ജീരകശാല അരിയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതന്നെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ എണ്ണയിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇടണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിനാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു കപ്പിൽ തന്നെ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് നമ്മൾ 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിലാണ് അരി എടുക്കുന്നത്. ഒരു അരമണിക്കൂർ അരി കുതിർത്താണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ 2 കപ്പ് അരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് റൈസ് വേവിക്കുമ്പോൾ. ഇനി റൈസ് ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കഷ്ണം ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ ക്യാരറ്റിൻ്റെ കളറൊക്കെയാണ് നമുക്ക് ഈ റൈസിന് കിട്ടുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ക്യാരറ്റ് വരെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു 1/2 ക്യാരറ്റും പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള സവാളയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് അല്പം പൈനാപ്പിളിൻ്റെ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ക്യാരറ്റ് അല്ലെങ്കിൽ നമുക്ക് പൈനാപ്പിൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ടും മിക്സ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു ദം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ റൈസിൻ്റെ ചെമ്പ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ശരിക്കും നമ്മൾ മാഞ്ഞാലി ബിരിയാണിക്ക് എങ്ങനെ ദം ചെയ്തൊന്നും എടുക്കില്ല എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് റൈസ് ക്യാരറ്റ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മാഞ്ഞാലി ബിരിയാണിക്കിൻ്റെ റൈസും റെഡിയായി, ഗ്രേവിയും റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിൽ വിശദീകരിക്കുന്ന ഇത്രയൊന്നും പാടില്ല. ചിക്കൻ ഒന്ന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, മസാലയാക്കുക. അത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ആദ്യം കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സവാള പൊരിച്ചും കൂടി ഇട്ടിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡ് ഡിഷ് മാതിരിയാണ് നമ്മൾ ഗ്രേവി വിളമ്പുന്നത്. എന്നിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മാഞ്ഞാലി ബിരിയാണിയുടെ ഗ്രേവിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രേവിയാണ് ഇതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണിയുടെ കൂട്ടന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.